അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ അപ്പൻ്റെയും ഇമ്മൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഇതുവരെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇപ്രാവശ്യം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്താലോ, ഞാനും അനിയനും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് 30ാമത്തെ വാർഷികമാണ്. അപ്പം ഇതൊന്ന് കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഒരുക്കാമെന്ന്. അപ്പോൾ സർപ്രൈസിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഉമ്മൻ്റെ ഫോൺ ഏകദേശം കേടായിട്ടുണ്ട്. ഫോൺ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും, ഓൺ ആവും. ഏകദേശം 4 കൊല്ലം 5 കൊല്ലത്തായി. പണ്ട് അനിയൻ വാങ്ങി കൊടുത്താ. അപ്പൊ അത് ഏകദേശം ഡെഡായി തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഫോൺ വാങ്ങി കൊടുക്കാം. നമുക്ക് അതിൽ കോൾ ചെയ്യാൻ പറ്റണം, വാട്സപ്പ് യൂസ് ചെയ്യണം, നമ്മൾ കളിക്കുന്ന 2 ഗെയിം ഉണ്ട്, അതൊക്കെ കളിക്കാൻ പറ്റണം. ഇതൊക്കെ ഉള്ളൊരു നല്ലൊരു ഫോൺ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊക്ക് ഒരു പുതിയ ഷൂ മേടിക്കാന്ന് വിചാരിച്ചു. ഷൂ കേട് വന്നിട്ട് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുള്ള ഷൂ മേടിക്കാം. അതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഷർട്ടും കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ അനിയനോടും അനിയത്തിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്യണത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവരതൊക്കെ ഓക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഓർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക വിചാരിച്ചു. ഓലും സർപ്രൈസ് ആവട്ടെ. അപ്പോൾ അനിയത്തിക്ക് ഒരു ടോപ്പും അനിയനൊരു ഷർട്ടും ഒക്കെയാണ് റെഡിയാക്കി വെച്ചത്. ഇനി ഇതൊക്കെ ഒന്ന് സർപ്രൈസ് ആയിട്ട് കൊടുത്തു നോക്കാം. സർപ്രൈസ് ആവോ ഇല്ലേ പാളിപ്പോ എന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അപ്പോ നമുക്ക് കൊടുത്തു നോക്കാം സർപ്രൈസുകൾ. അങ്ങനെ കേക്ക് എല്ലാം സെറ്റ് ചെയ്തു. എൻ്റെ കസിൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഓൾറെഡി അവളുടെ അടുത്ത് ഓർഡർ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കേക്ക് എല്ലാം എടുത്തോളന്ന് കേക്ക് കട്ടിങ് പരിപാടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇവൾക്ക് കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു കേക്ക് മാത്രമേ ഉള്ളൂ. യാതൊരു വിധ ഐഡിയ ഇല്ല ഫോൺ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടെന്നോ, അങ്ങനത്തെ യാതൊരു വിധ ഐഡിയ ഇല്ല. ജസ്റ്റ് ഒരു കേക്ക് ഉണ്ട്, അത് കണ്ടു, അതിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ബാക്കിയിലേക്ക് നമുക്ക് കടക്കാം. സമാധാനപരമായിട്ട് ആമീൻ. അതാണ് ആലോചിക്കണത് അല്ലേ. ആദ്യം ഇപ്പക്കാണേ, ആദ്യം ഇപ്പക്ക് ഉമ്മി ഞെട്ടിക്കോളി. ആ രണ്ടും തുറക്കി രണ്ടാമതോട് തുറക്കി. ആദ്യം ഇപ്പക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. തുറന്നു നോക്കി. ആ വാഷ് ബേസിനിലേക്കോളി, നല്ല പൊട്ടിച്ചോളി, കുഴപ്പമൊന്നുമില്ല. ചെറിയതല്ലേ ഉള്ളൂ. കിട്ടി. ഞാൻ അടുത്ത് ഞാൻ വാങ്ങുമ്പോലോട് ചോദിച്ചോണ്ട് തിരിച്ചെടുക്കൂലെന്ന്. അപ്പൊ എടുക്കാൻ തന്നാണ്. ഷൂല് തിരിച്ചെടുക്കും. പ്രീതിക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴും പ്രീതിത്തല്ല ഷൂ വേറെ ബ്രാൻഡിന്റെ ഷൂ. ബാറ്റിൽ പോയതാ. ബാറ്റിൽ അവിടെ പവർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം. കീറിക്കോളി അങ്ങനെ കിട്ടല്ലോ. നല്ല ടൈറ്റ് ആവും.
തുരുടുടുടും. തുരുടുടുടും. തുറക്കൂ തുറക്കൂ തുറക്കൂ. തുറക്കാത്ത പൊട്ടിച്ചണോ? ഇല്ലല്ലോ, തുറക്കി തുറക്കി. ഞാൻ പറഞ്ഞല്ലോ പൊട്ടിച്ചു. പൊളിച്ചാളി. നോക്കണേ. ചോര കാണിച്ചത് സൈഡിലുണ്ട്, രണ്ട് സൈഡിലുണ്ട്, രണ്ട് സൈഡിലുണ്ട്. എല്ലായിടത്തും ഒട്ടിച്ചു. അടിക്കി പുറത്തൊക്കെ അടിക്കി. ഷർട്ട്. അടിയിലെന്താ? അടിയിൽ പാന്റ്. അയക്കാറില്ല. സൈസ് കറക്റ്റ് ആണെന്ന് അറിയില്ല. സെറ്റല്ലേ സെറ്റല്ലേ സ്റ്റേപ്പാ? സൈസ് 30-32 കേട്ടോ. ആദ്യം ഇട്ടൊക്കെ ഇടി വേണമെങ്കിൽ മാറ്റാം. ഉമ്മക്കുള്ള ഗിഫ്റ്റ്. ശ്രദ്ധിച്ചിട്ട് നോക്കി തുറന്നാൽ മതി. ഇവിടെ ടോപ്പ്, ഇതാണ് ടോപ്പ്. ഇവിടെ 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 മാറിക്കോ. കൊടുക്കും. ഔട്ടിച്ചണോ? എന്നാ കട്ട് ചെയ്തോളി. ഉമ്മക്കൊരു കാസ്ട്രോൾ. എന്ത് കാസ്ട്രോളോ? കാസ്ട്രോൾ എന്തിനാ മാറ്റിക്കിനി? ഓ പിന്നെ കാസ്ട്രോൾ കിട്ടിയെന്ന് മാറ്റി. ഇത് കാസ്ട്രോൾ അല്ലല്ലോ, ഇത് പാത്രല്ലേ. കാസ്ട്രോൾ വേറെ അല്ലേ. കാസ്ട്രോൾ എന്ത് ലെയർ പാത്രല്ലേ. എടുത്തു നോക്കി. അടിയില് ഉണ്ടോ വേറെ എന്തെങ്കിലും? വേറെന്തോ വേറെന്തോണ്ടല്ലോ. എന്താ സാധനം? തുറന്നു നോക്കി, നല്ല അറിയുള്ളൂ. അങ്ങനെ കൈയോട്ടണ്ട. അല്ലെ പൊളിച്ചാലും മതി. ഒരുപാട് ആദ്യം ആവേശകരമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പെട്ടി തുറക്കി. അതന്നെ അതിന്റെ ഉള്ളിലാ. അതന്നെ ഫോണ്. അതാണ് ഫോണ്. താഴ്ത്തൊക്കെയല്ലേ ഫോണതാ ഉള്ളിൽ. ഒപ്പ ഫോണ്. എന്റെ പുതിയ അമ്മന്റെ ഫോണ് പൊട്ടിപ്പൊളിച്ചിട്ട് കുറെ കാലം. അപ്പൊ ഞാൻ കുറെ ആയി ആഗ്രഹിക്കുന്ന ഫോണ് വാങ്ങണം എന്നുള്ളത്. ഇപ്പോഴാണ് റെഡി ആയത്. ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പൊ ഒരു കാര്യം, ഇപ്പന്റെ ഇമ്മന്റെ ഫോണിന്റെ ക്യാമറ കുറെ മാറിയാണ്. സെറ്റല്ലേ സെറ്റല്ലേ. രണ്ടാക്കും പുതിയ ഫോണ് ഉദ്ദേശിച്ചു. മൂന്നാൾ പടം ഉണ്ട്. തേടൻ 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 വീഡിയോ എടുക്കണ്ട്. ടെൻസി ഓളും കൂടി ചെയ്താണ് അത്. തുറന്നോക്കി തുറന്നോക്കി. ആർക്ക്? ഇത് വലിയ വീഡിയോ കേട്ടോ. മെല്ലെ മെല്ലെ. ഡയറിയോ?
എന്താ അതിന്റെ ഉള്ളില് ലെറ്റർ ഒക്കെ എഴുതിക്കണ് ഫസ്റ്റത്തെ ലെറ്ററാ അത് തുറക്കാനുള്ളതാ തുറന്നു നോക്കി ആ നിങ്ങൾ തുറന്നു നോക്കി അര അര ആ ആ സൂപ്പർ ഫാമിലി ഫാമിലി ആ കാണുന്നുണ്ട് തിരിച്ചോളി കൊറേ ഫോട്ടോസ് സെൻസ് ഉണ്ട് ചെറുതാ ഞാൻ 5 വയസ്സിൽ ഞാൻ ആ ഫ്രണ്ട് വേറെ തന്നത് താഴ്ത്തരല്ലേ ഫോട്ടോ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം നമ്മളെല്ലാരും ഉള്ള ഫോട്ടോ കാണിച്ചാ ആ ഇല്ലാത്ത ഫോട്ടോ വരച്ചല്ല എഡിറ്റ് ചെയ്താ സെറ്റല്ലേ ഇഷ്ടായപ്പാ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടായോ ആ ഉണ്ട് ഗിഫ്റ്റ് ഇഷ്ടായെന്ന് മക്ക് ഫോണ് കിട്ടി മക്ക് അപ്പൊ ഏതായാലും ഉമ്മക്കും ഗിഫ്റ്റ് വാങ്ങല്ലേ അപ്പൊ അങ്ങനെ വാങ്ങല്ലേ എന്ന് വിചാരിച്ച ഞാൻ എന്ത് ചെയ്ത് ഞാൻ കിഫ്റ്റിക്ക് ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് എന്താ സാധനം രസമുണ്ടോ അപ്പൊ ഗിഫ്റ്റിക്ക് മാത്രല്ല അപ്പൊ എല്ലാവർക്കും വാങ്ങി എല്ലാവർക്കും ആയല്ലോ ബാലൻസ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു ആ എനിക്കുണ്ടല്ലോ എനിക്കെന്ത് ഞാൻ ഒരു ടീഷർട്ട് എടുത്ത് അത്രേ ഉള്ളൂ അപ്പൊ എങ്ങനെയുണ്ട് കുറച്ച് ദിവസം ഞാൻ വിചാരിക്കുന്നത് ഉമ്മക്കൊരു ഫോൺ വാങ്ങണം അപ്പൊ അങ്ങനെ വിചാരിച്ച കറക്റ്റ് എന്ത് ചെയ്ത് നിങ്ങൾ ആനിവേഴ്സറി ആയി അപ്പൊ ഞാൻ ഉമ്മക്കൊരു ഫോൺ വാങ്ങി അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ എന്റെ ഷൂ കേടുന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒരു ഷൂവും അതിന്റെ കൂടെ ഡ്രസ്സും ഏതായാലും ബൽക്ക് വാങ്ങല്ലേ അപ്പൊ പിന്നെ ബൽക്ക് രണ്ടാക്കും കൂടി വാങ്ങാന്ന് വിചാരിച്ചു ഷർട്ട് ഇവിടെ എന്റെ ടോപ്പ് എങ്ങനെ രസമുണ്ടോ അപ്പൊ ഈ ചെറിയ സർപ്രൈസിങ് വീഡിയോ ഇവിടെ നിർത്താണ് ഇനി ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ